ഹായ് ഫ്രണ്ട്സ്, മല്ലു വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്രേമം പാലത്തിലാണ് നിൽക്കുന്നത്. പ്രേമത്തിൻ്റെ ലൊക്കേഷനാണ് ഈ പാലം മെയിൻ. കാരണം മേരിയും ഗിരിരാജൻ കോഴിയും പിന്നെ നമ്മുടെ ജോർജൊക്കെ കണ്ടുമുട്ടൂലേ, അത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ മറ്റേ സോങ് ഇല്ലേ, ഏത് സോങ്ങാണ്? ആലുവ പുഴയുടെ തീരത്ത്, നമ്മുടെ ആലുവ പുഴ. മേരി ഇങ്ങനെ വരും, അപ്പോൾ ഗിരിരാജൻ കോഴി ഇവിടെ നിന്നിട്ടാണ് ആ ഒരു സീൻ. പിന്നെ അവർ ഇതില്ലേ സോങ് ഒക്കെ ഇവിടെ നിന്നിട്ടാണ് എടുക്കുന്നത്. അതിനകത്ത് അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ ഈ പാലമൊക്കെ കുറച്ച് പഴയതാണെന്ന് തോന്നണം, അവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഈ പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ UC കോളേജിൻ്റെ അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. തുടങ്ങണത് നമ്മുടെ ആലുവ മാർക്കറ്റ് അല്ലേ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോഴും ഇതിലേക്ക് കൂടിയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ബൈക്കും കാറൊന്നും പോകില്ല കേട്ടോ, ബൈക്കും സൈക്കിളും. പിന്നെ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരൊക്കെ, ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടിയാണ് പോകുന്നത്. നേരത്തെ അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ടായി, പയ്യൻ പറഞ്ഞതാണ് ഇപ്പോഴും ആൾക്കാർ ഇതിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നെയ്മ്പോളുടെ വീട്ടിലും പിന്നെ അൽഫോൺസ് പുത്രൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രേമം പാലത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നേരെ നെയ്മ്പോളുടെ വീട്ടിൽ പോകാം, അത് കഴിഞ്ഞിട്ട് നേരെ അൽഫോൺസ് പുത്രൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പോയാലോ? ഇവിടെ നിറയെ ഒഴുക്കൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടാ, അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് പുഴയ്ക്ക്. നല്ല പാലം. ഇതൊക്കെ ചോദിക്കാൻ താരാണോ? ഒരു കാര്യം മനസ്സിലാടാ, അപ്പൊ നമ്മൾ പോകുന്നത് UC കോളേജിലേക്കാണ്. UC കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമത്തിന്റെ ലൊക്കേഷനാണ്. പ്രേമത്തിന്റെ മലരും അവരൊക്കെ കൂടി കാണുന്ന ഒരു സീനില്ലേ, അതായത് അവളെ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ, അത് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ UC കോളേജിൽ വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ UC കോളേജ്. ഇപ്പൊ UC കോളേജ് പൂട്ടിയിട്ടൊക്കെയാണ് കൊറോണയൊക്കെ കാരണം. എൻ പേര് ജോർജ് ഡേവിഡ്. ഇങ്ങ എന്നാ പഠിக்கிறதுக்கு വന്നത്? I'm not a student. I'm here to teach. I'm a guest lecturer. ഇതാണ് UC കോളേജ്. ഇത് ആലുവേലുണ്ട. ഇതാണ് നമ്മുടെ നെയ്മ്പോളുടെ വീട്ടിലോട്ടുള്ള വഴി. ഇത് ആ പറൂർ കവലയിൽ നിന്ന് നമ്മൾ നേരെ കയറി വന്നത്. അതായത് നമ്മുടെ ശിവക്ഷേത്രമില്ലേ, ശിവയുടെ സ്ഥലത്തിന്റെ പേരെന്താ? ആലുവ മണപ്പുറത്തോട്ട് പോണ വഴിയാണ് നമ്മുടെ നെയ്മ്പോളുടെ വീട്. റൈറ്റിലോട്ടുള്ള റോഡുണ്ട്. ഇവിടെ ഈശ്വരമംഗലം റിസർച്ച് സെന്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. റോഡിന് പേര് ആസ്ട്രോളജിക്കൽ റിസർച്ച് സെന്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. എന്തിന്റെ ഫ്ലാറ്റാണ്? സർഗം എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൻ്റെ ഇതിൽ നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരാം. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ആ ഫ്ലാറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ വീടാണ് നെയ്മ്പോളുടെ. ഇതാണ് നെയ്മ്പോളുടെ വീട്. നെയ്മ്പോൾ ആദ്യം താമസിച്ചിരുന്ന വീടാണ് കേട്ടത്. അപ്പം അതാണ് നമ്മുടെ നെയ്മ്പോളുടെ വീട്. നെയ്മ്പോൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് കേട്ടോ. ആദ്യം അവിടെയാണ് താമസിച്ചിരുന്നത്, ഇപ്പം സ്കൈ ലൈനിലാണ് താമസിക്കുന്നത്. അവിടെ ഇപ്പം നെയ്മ്പോളുടെ അമ്മ മാത്രമാണ് താമസിക്കുന്നത്. അപ്പം ആ റോഡ് നമ്മൾ ആ റോഡില്ലേ, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി വന്ന റോഡ് നമുക്ക് നേരെ പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് മണപ്പുറത്തേക്കാണ് എത്തുന്നത്. ആലുവ മണപ്പുറം. ഇതാണ് ആലുവ ഇതാണ് നമ്മുടെ ആലുവ ശിവക്ഷേത്രം. വെള്ളപ്പൊക്കം വരുമ്പോൾ ഇതിൻ്റെ അതേ ഏകദേശം ഈ മോള് വരെ വെള്ളം കയറാറുണ്ട്. പുഴയുടെ അടുത്താണല്ലോ. ഇതാണ് പാലം. ഇതാണ് നമ്മുടെ മണപ്പുറം പാലം. പണ്ട് ഇവിടെയൊക്കെ നിറയെ എന്താ പറയുക, വഞ്ചിക്കൊക്കെയാണ് ആൾക്കാർ വന്നിട്ടിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നേരെ മറ്റേ പലകപ്പാലമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇട്ടിട്ടിരുന്നത്. ഇപ്പോൾ ഇതിവിടെ അടിപൊളി പാലമൊക്കെ പണിത് വെള്ളപ്പൊക്കത്തിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈഡ് വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ആളുണ്ടിട്ട് ഇവിടെ നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണത്. പാലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അൽഫോൺസ് പുത്രൻ്റെ വീട്ടിലേക്ക് പോവാം.
നല്ല വെയിലുണ്ട്, ദാഹിച്ചിട്ട് വയ്യ. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജാണ്. ഇതാണ് ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ്. ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് നമ്മൾ പെരുമ്പാവൂർക്ക് പോകില്ലേ, പെരുമ്പാവൂർ കോതമംഗലം രാജഗിരി ഹോസ്പിറ്റൽ, ആ റൂട്ടാണിത്. സ്ട്രേറ്റ് ബസ് റൂട്ടാണ് കേട്ടോ. ഞങ്ങള് ഇവിടുന്ന് ഒരു സോഡയൊക്കെ കുടിച്ചിട്ടാ, സോഡയല്ല നാരങ്ങ വെള്ളം. ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ SP ഓഫീസ് എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റിലോട്ട് റോഡുണ്ട്, അതായത് പ്രൈവറ്റ് ബസ് പോകില്ലേ ആ റൂട്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡ് കഴിയുമ്പോൾ തന്നെ കളത്തിൽ ലൈൻ, അത് കഴിയുമ്പോൾ തന്നെ ഇതാണ് അൽഫോൺസ് പുത്രൻ്റെ വീട്. വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് കത്തുന്ന ലൈറ്റാ. ഇതിൻ്റെ എൻട്രൻസ് മേലിൽ കൂടിയും ഉണ്ട്, താഴെ കൂടിയും ഉണ്ട്. താഴെ കൂടിയും ഉണ്ട്, മുകളിലെ കൂടിയും ഉണ്ട്. പക്ഷെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കണാണ്. അതാണ് അൽഫോൺസ് പുത്രൻ്റെ വീട്. എന്താണെന്ന് അറിയില്ല, നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ വീടും ലോക്ക്ഡാണ്. നടന്മാരൊക്കെ അകത്ത് കയറി ഒളിച്ചിരിക്കണമെന്ന് അറിയില്ല. ഇനി നമ്മൾ വന്നോണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും പൂട്ടി അകത്തിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ നമ്മൾ ഗേറ്റിലൊക്കെ നോക്കും, പക്ഷെ എല്ലാവരും പൂട്ടി വെച്ചേക്കണേ, ആരെയും കാണുന്നില്ല. എന്താണല്ലേ, എന്താ ചെയ്യാ, കൊറോണ ആയതുകൊണ്ടായിരിക്കും ആരും എനിക്ക് തോന്നുന്നത് അകത്ത് കയറ്റാത്തത്, ലോക്ക് ചെയ്ത് വെച്ചാൽ. അപ്പം നമ്മൾ നേരെ ഇനി ഈ വഴിയിലാണ് നമ്മുടെ സൂര്യാമ്മ പുതിയ ഒരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടില്ലേ, ഒരു ഫിഷിൻ്റെ അച്ചാറ്, ഫിഷ് അച്ചാറ്, കുറേ അച്ചാറുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം അറിയില്ല, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സൂര്യാമ്മനെ കണ്ടിട്ട് പോകാം. കയറിയിട്ടുണ്ട് അച്ചാർ മേടിക്കാനായിട്ട്. അതെ, സൂര്യാമ്മ ഇവിടെ തിരക്കിലാണ്, കസ്റ്റമറെ ഡീൽ ചെയ്യണ തിരക്കിൽ. അപ്പം നമ്മൾ സൂര്യാമ്മയുടെ അടുത്ത് പോയി അച്ചാർ വാങ്ങിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട്